ഗൈസ്, അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. കല്യാണ വീട്ടിൽ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഫുഡ് നമ്മുടെ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടു തരത്തില്ല. പിന്നെ യൂണിഫോമിൻ്റെ ചേച്ചിമാർ നിൽക്കുന്നിടക്ക് നമ്മൾ പോയിട്ട് ഫുഡ് വാങ്ങിക്കണം. അങ്ങനെ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് വാങ്ങിച്ച് പതിവ് പോലെ മൊത്തം ഞാനൊരു പ്ലേറ്റിൽ വാങ്ങി അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരു വഴിക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ ചിക്കൻ കറി കഴിഞ്ഞു. വീണ്ടും എണീറ്റ് പോകാനുള്ള മടി കാരണം തൊട്ടടുത്തിരിക്കുന്നവളുടെ പ്ലേറ്റിൽ മുക്കി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. ചുറ്റുള്ളവർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കൊതിയാണെന്ന് കരുതിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ യാതൊരു അഹങ്കാരവും കൂടാതെ അവളുടെ പ്ലേറ്റിൽ തന്നെ ഞാൻ മുക്കി കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ തൊണ്ടക്ക് കുടുങ്ങിയത് കാരണം ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുടിച്ചു. കുറച്ചുമ്പോഴാണ് ബിവറേജിനേക്കാളും വലിയ ക്യൂ അവിടെ ഉള്ളതായിട്ട് മനസ്സിലായത്. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ സംഭവം മനസ്സിലായി. ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. 2 കയ്യിലും താലപ്പൊലി കണക്കിയൊക്കെ എല്ലാവരും പ്ലേറ്റ് എടുത്ത് വാങ്ങുന്നുണ്ടായിരുന്നു. മാനേഴ്സ് കീപ്പ് ചെയ്യണല്ലോ എന്ന് കരുതി ഞാൻ ഒരു പാത്രത്തിൽ മാത്രം വാങ്ങി. എൻ്റെത് പെട്ടെന്ന് തീർന്നുപോയി. 2 പ്രാവശ്യം വായിലിട്ടപ്പോഴേ എൻ്റെ ഐസ്ക്രീം തീർന്നുപോയി. മനോവിഷമത്തിൽ 2 പാത്രത്തിൽ വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ വിഷമത്തോടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഗൈസ്, ഓക്കെ, ബൈ ബൈ, ടാറ്റ.